എല്ലൻ തോമസ് ആന്റണി, ക്യാപ്റ്റന് CT എബ്രഹാം, ഡേവിഡ് ജോസഫ്, പുളുങ്കുന്ന് 1996 ബാച്ച് ടീമാണ്. പുളുങ്കുന്ന് സെന്റ് ജോസഫ് സ്കൂളിലെ ടീമാണ് അവിടെ തുഴയുന്നത്. എങ്കിൽ രണ്ടിലൂടെ വരുന്നത് 23 നമ്പർ വള്ളം പട്ടേലി പൂരയ്ക്കൽ തെരക്കേക്കര ബോട്ട് ക്ലബിന്റെ ടിനോ ജോസഫ് ആൻഡ് പോരൂക്കര ഉദയപ്പന്റെ നേതൃത്വത്തിൽ ഉണ്ണീച്ചന്റെ ഒന്നാം പങ്കായത്തിലും കുട്ടന്റെ ഒന്നാം തുഴയിലും വരുമ്പോൾ മൂന്നിലൂടെ വരുന്നത് 27 നമ്പർ വള്ളം മണലിയാണ്. നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ മനേഷന്റെ ക്യാപ്റ്റൻസിയിൽ അനിൽ കെ തോമസിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ സാബു ഒന്നാം തുഴയിലും കിഷോർ ഒന്നാം പങ്കായത്തിലും കിഷോർ ഒന്നാം തുഴയിലും വരുമ്പോൾ നാലാം ട്രാക്കിലൂടെ 24 നമ്പർ വള്ളം നെപ്പോളിയൻ TBC കൊച്ചി ടൗണിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ കൊച്ചിക്കാർ സതീഷ് തങ്കപ്പൻ, റിച്ചു മാത്യു, രതീഷ് വർമ്മ, ശരവണൻ, ബൈജു വടക്കൻ എന്നിവർ നേതൃത്വം നൽകുമ്പോൾ അങ്ങ് വടക്കു നിന്ന് വരുന്നവര് ഇതിന്റെ ശേഷം വിവരണത്തിന് മൈക്ക് ഞാൻ ഷൈജു ദാമോദരനിലേക്ക് കൈമാറുകയാണ്. Thank you, Sri Jolly Ediret. Before we begin the final of the WEP A grade, we would like to thank our sponsors once again, the Tata Motors commercial vehicle for the title sponsorship, silver partner Mitsubishi Air Conditioner, grooming partner Philips Tata Chroma, logistic partner Blue Dot, beloved partners SEBI, NSE, BSE, CDSL, AMFI, MCX and MSC, and our proud hydration partner is Pepsi 7up. So Punnamadayil 72வது ടാറ്റാ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ജലോത്സവം 2026 ചെറിയ ചെറുവള്ളങ്ങളുടെ അവസാനത്തെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. വെപ്പ് എ ഗ്രേഡ് ട്രാക്ക് 1 we are having short പുളക്കിതറ by Jayashree Boat Club Veliyanad. On track 2 we are having Patteri Puraikal of Thekkekara Boat Club TBC. On track 3 we have Manali by the Nedumudi Town Boat Club, and we are having on track 4 Napoleon by DBC Cochin Town. And beloved distinguished guests, champions have come, champions have gone, generations have changed, but Punnamada remembers. Punnamada always remembers. And then fansine kurichu parayade oru Nehru trophyum sampurnamagilla. There are the fans. Oh, the fans. If you think the battle exists only between those lane markers, look at the backs. They have come armed with flags, armed with colors, armed with chants, and armed with the unshakable conviction that everybody else's boat is racing for second place only. They will scream, they will sing, they will pray, they will calculate every stroke, and when their Chundan launches its final attack, they will roar from the shore. The oarsmen create the splash, the singers create the rhythm, the fans create the earthquake, and if Punnamada begins to shake today, ladies and gentlemen, don't blame the waters. Once again, നിങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി 72ാമത് ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ജലോത്സവം 2026 വെപ്പ് എ ഗ്രേഡ് ഫൈനൽ ഇൻ പ്രോഗ്രസ്. ഓവർ ടു ഡി സജി ഹരിപ്പാട്. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ ഷോട്ട് പുളിക്കത്ര ജയശ്രീ ബോട്ട് ക്ലബ് വെളിയനാട് തുഴയുന്ന നിജീബ് LL, ക്യാപ്റ്റനായിട്ടുള്ള തോമസ് ആന്റണി, ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ഷോട്ട് പുളിക്കത്ര. രണ്ടാം ട്രാക്കിൽ പട്ടേരി പുരയ്ക്കൽ തെക്കേക്കര ബോട്ട് ക്ലബ് ടിനോ ജോസഫ്, ക്യാപ്റ്റനായിട്ടുള്ള ഉദയപ്പൻ, ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പട്ടേരി പുരയ്ക്കൽ. മൂന്നാം ട്രാക്കിൽ മണലി നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ മണലി മനേഷ് NS, ക്യാപ്റ്റൻ അനിൽ കെ തോമസ്, ലീഡിംഗ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ നെപ്പോളിയൻ TBC കൊച്ചിൻ ടൗൺ തുഴയുന്ന സതീഷ് തങ്കപ്പൻ, ക്യാപ്റ്റനായിട്ടുള്ള റിച്ചു മാത്യു, ക്യാപ്റ്റനായിട്ടുള്ള രതീഷ് KR, ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നെപ്പോളിയനും മണലിയും പട്ടേരിപ്പുരക്കലും ഷോട്ടുപുളിക്കത്രയും പുന്നമട കായലിലൂടെ ചീറിപ്പാഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ടില്ലേ? 1000 ആദിത്യന്മാർ ഒന്നിച്ചുയരുന്നത് പോലെ സുന്ദരമായ സുന്ദരമായ കാഴ്ച. ശേഷം വിവരണത്തിന് ഓവർ ടു ബിനോയ് ജെ തൊടകാട്. നന്ദി ശ്രീ ഡി സജി ഹരിപ്പാട്. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ കുടുംബയുദ്ധത്തിന് 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ നിമിഷങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ ഷോ
മണലിയാണ് 2025 നീരണിഞ്ഞവൻ. നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ കാര്യത്തിൽ മണലി 2022 കേരള പോലീസ് ബോട്ട് ക്ലബ് 4 വള്ളപ്പാട് വിജയിപ്പിച്ച നെപ്പോളിയൻ വേഴ്സസ് മണലി. നെപ്പോളിയൻ തന്നെ, നെപ്പോളിയൻ TBC കൊച്ചിൻ ടൗൺ KR രതീഷ് ലീഡിംഗിൽ നിൽക്കുന്ന ബൈജു വടയാർ ഒന്നാം തുടക്കാരനായ ഓവർ ടു ചമ്പക്കുളം ജോളിയെതിരേറ്റ്. താങ്ക് യു മിസ്റ്റർ ഡിനോയ് ജയതോട്ടക്കാട്. ആവേശകരമായ വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ ഷോട്ട് പുളിക്കത്തറ, രണ്ടാം ട്രാക്കിൽ പട്ടേലിപുരിക്കൽ, മൂന്നാം ട്രാക്കിൽ മണലി, നാലാം ട്രാക്കിൽ നെപ്പോളിയൻ, 24 നമ്പർ 26 നമ്പറിന്റെ വള്ളം നെപ്പോളിയൻ TBC കൊച്ചിൻ ടൗണിന്റെ. അതെ, ആ നെപ്പോളിയൻ ഏതാണ്ട് ഒരു വള്ളപ്പാടിന് മുന്നോട്ട് കുതിക്കുന്നു. തൊട്ടു പിന്നാലെ മണലി, അവരും കുതിച്ചു പായുന്നു. ഒന്നിലെ ഷോട്ട് പുളിക്കത്തറ, അവരും കുതിച്ചു പായുന്നു. അങ്ങനെ ആവേശകരമായ 72ാമത് ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ബോട്ട് റൈസിന്റെ വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തില് മണലി, നെപ്പോളിയനും മണലിയും ഷോട്ട് പുളിക്കത്തറയും കടന്നു പോകുന്നു. നെപ്പോളിയൻ TBC കൊച്ചിൻ ടൗൺ സതീഷ് തങ്കപ്പൻ, റിച്ചു മാത്യു, രതീഷ് KR, ഒന്നാം അമരത്ത് ശരവണനും ഒന്നാം തുഴയിൽ ബൈജു വടയാറുമായിരുന്നു. മണലി നെടുമുടി ടൗൺ ബോട്ട് ക്ലബ്ബ് മനേഷ് NS ക്യാപ്റ്റന്, അനിൽ KS ലീഡിംഗ് ക്യാപ്റ്റന്, സാബു ഒന്നാം പങ്കായത്തിലും കിഷോർ ഒന്നാം തുഴയിലുമായി വന്നപ്പോൾ ഷോട്ട് പുളിക്കത്ര ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാട് പുളുമ്പുന്ന സെന്റ് ജോസഫ് 1996 ബാച്ച് നേതൃത്വത്തില് കടന്നു വന്ന ജയശ്രീ ബോട്ട് ക്ലബ്ബ് ലിനീഷ് NL ക്യാപ്റ്റന്, ആന്റണി തോമസ് ലീഡിംഗ് ക്യാപ്റ്റന്, CT തോമസ്, അതെ ഒന്നാം അമരത്തും അണിയത്ത് ഡേവിഡ് ജോസഫും കടന്നു പോകുന്നു. എങ്കിൽ 23ാം നമ്പർ വള്ളം പട്ടേലിപുരയ്ക്കൽ തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ടിനോ ജോസഫിന്റെ നേതൃത്വത്തില് പോരൂക്കര ഉദയപ്പൻ നൂറുപറയുടെ ലീഡിംഗ് ക്യാപ്റ്റൻസിയില് ഒന്നാം അമരത്ത് ഉണ്ണികൃഷ്ണനും ഒന്നാം തുഴയില് കുട്ടനുമായി കടന്നു വരുന്ന മനോഹരമായ ദൃശ്യം ഇനിയുമാണ്. ഈ പട്ടേലിപുരയ്ക്കലും കൂടെ കടന്നുപോയതിനു ശേഷമാണ് ഇവിടെ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ്, സെക്കൻഡ് ലൂസേഴ്സ് ഫൈനല് ഇത് വരുന്നത്. ഏതായാലും ഈ ലൂസേഴ്സ് ഫൈനലിലേക്ക് വരുന്ന വള്ളങ്ങൾ ആരൊക്കെയാണ്? ചുണ്ടൻ വള്ളങ്ങള് തേർഡ് ലൂസേഴ്സിൽ വരുന്നത് ഒന്നാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാം ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാം ട്രാക്കിൽ ജവഹർ, നാലാം ട്രാക്കിൽ പായിപ്പാട് നമ്പർ 2. ഇപ്പോൾ പട്ടേലിപുരയ്ക്കൽ ഫിനിഷിംഗിലേക്ക് കടന്നു പോകുകയാണ്. അവരുടെ അഭിമാന പ്രശ്നമായി കടന്നു പോകുകയാണ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ്. ഇതാ 2026 76ാമത് ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ബോട്ട് റൈസിന്റെ വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനലില് ഫിനിഷിംഗ് പോയിന്റില് 1150 മീറ്റർ ദൈർഘ്യത്തിൽ തുഴഞ്ഞ് ഫിനിഷ് ചെയ്തു പോകുന്നു. സെക്കൻഡ് ലൂസേഴ്സിൽ മത്സരിക്കുന്നത് ഒന്നാം ട്രാക്കിൽ സെന്റ് പയസ്, രണ്ടാം ട്രാക്കിൽ തലവടി, മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം, നാലാം ട്രാക്കിൽ കാരിച്ചാൽ. ലൂസേഴ്സ് ഫൈനലില് ഒന്നാം ട്രാക്കിൽ നിരണം, രണ്ടാം ട്രാക്കിൽ പുണ്ണിമാളൻ നിരണം, മൂന്നാം ട്രാക്കിൽ ചെറുതന, നാലാം ട്രാക്കിൽ ആർപ്പൂക്കര. എങ്കിൽ 2026 ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ബോട്ട് റൈസ് ആര് കൈയടക്കുന്നു എന്നറിയുന്ന അന്തിമമായ കലാശപ്പോര് മത്സരത്തില് ഒന്നാം ട്രാക്കിൽ 20ാം നമ്പർ വള്ളം മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. എങ്കിൽ രണ്ടിൽ 9ാം നമ്പർ വള്ളം വീയപുരം UBC കൈനഗരി. എങ്കിൽ 3ൽ 10ാം നമ്പർ വള്ളം ആരോമ നമ്പർ 1. എങ്കിൽ 4ൽ 13ാം നമ്പർ വള്ളം നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ്. അരോമ ബോട്ട് ക്ലബ്ബ്, നടുഭാഗം PBC പുന്നമട, വീയപുരം UBC കൈനഗരി, മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അങ്ങനെ ചരിത്ര താളുകളിൽ ഇടം പിടിക്കുന്ന ഏറെ ശ്രദ്ധേയമായ നെഹ്റു ട്രോഫി ജലോത്സവം ഏതാണ്ട് 2033 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപൃതമായ വേമ്പനാട്ട് കായല്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1952 തുടങ്ങുന്ന മത്സരം 53 മത്സരം നടന്നില്ല. 54 മീലപ്പള്ളി കായലിൽ നടക്കുന്നു. അന്ന് വിജയിക്കുന്നത് കാവാലമാണ്. 55 പുന്നമടയിലേക്ക് മാറുന്നു. അന്ന് വിജയിക്കുന്നത് പാർത്ഥസാരഥിയാണ്. 56 കാവാലം ജയിക്കുന്നു. 57 നെപ്പോളിയൻ ജയിക്കുന്നു. 58 കാവാലം, 59 നെപ്പോളിയനും കാവാലവുമായി ട്രോഫി പങ്കിടുന്നു. 60 കാവാലം, 61 നെപ്പോളിയൻ, 62 കാവാലം, 63 ഗീർഗോസ്, 64 സെന്റ് ജോർജ്, 65 പാർത്ഥസാരഥി, 66 67 പുളുങ്കുന്ന്, 68 വരികയാണ് പാർത്ഥസാരഥി, 69 പുളുങ്കുന്ന്, 70 കല്ലൂപ്പറമ്പൻ, 71 കല്ലൂപ്പറമ്പനും പുളുങ്കുന്നുമായി ട്രോഫി പങ്കിടുന്നു. 72 വരുന്നു കല്ലൂപ്പറമ്പൻ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.